പെഗാസസ് സ്പൈവയർ ഇന്ത്യയിൽ ഉപയോഗിക്കണോ വേണ്ടയോ? കാരണം അത് നമ്മുടെ പ്രൈവസി നഷ്ടപ്പെടും എന്നാണ്. സുപ്രീം കോടതിയിൽ അതിനൊരു കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ റാം ഉൾപ്പെടെയുള്ള സീനിയർ പത്രപ്രവർത്തനവും അതുപോലെ വളരെയധികം ആൾക്കാർ അതിനകത്ത് കക്ഷി ചേർന്നിട്ടുണ്ട്. സീനിയർ അഡ്വക്കേറ്റ് ദിനേശ് ദ്വിവേദിയുടെ വാദം കഴിഞ്ഞ ദിവസം നടന്നു സുപ്രീം കോടതിയിൽ. സുപ്രീം കോടതി പറഞ്ഞു പെഗാസസ് രാജ്യത്തിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് പെഗാസസ് ഉപയോഗിക്കാം എന്ന് ആണ് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് വന്നത്. നമ്മളിപ്പം പാകിസ്ഥാനുമായിട്ടുള്ള ആ നമ്മുടെ കാശ്മീരിലെ ഇഷ്യൂവില് പെഗാസസ് ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നും വ്യക്തതയില്ല. അവർ കൊടുത്ത കേസിനകത്ത് ഇന്ത്യ 12ഓളം പെഗാസസ് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് നേരത്തെ മുതൽ ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഒരു പെഗാസസ് സോഫ്റ്റ്വെയർ ആ എക്യുപ്മെന്റ് 12 കോടി മുതൽ 16 കോടി രൂപ വരെ വിലയുണ്ട്. അത് നിർമ്മിച്ചത് ഇസ്രായേലാണ്. അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് പൊതുവെ അവർ തന്നെ. കാരണം ഇത് വളരെ രഹസ്യമായി ഉപയോഗിക്കേണ്ടതും ഒരു രാജ്യത്തിന് അടിയന്തരമായ പ്രാധാന്യമുള്ള സമയത്ത് മാത്രം എന്നുള്ള രീതിയിൽ തന്നെ അങ്ങനെ ഒരു അണ്ടർടേക്കിങ്ങിലാണ് അത് ഇസ്രായേൽ വിറ്റുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ പല രാഷ്ട്രങ്ങളും അത് വാങ്ങിച്ചിട്ടുണ്ട്, ഇന്ത്യയും വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ള ഇതിൽ തന്നെയാണ്. കാരണം ഇവിടെയുള്ള പല ആൾക്കാരുടെയും പ്രൈവസിക്കകത്ത് ഇത് ഇന്ററപ്റ്റ് ചെയ്തു എന്നുള്ള വാദഗതി കൊണ്ടാണ് സുപ്രീം കോടതിയിൽ പല ഇന്ത്യക്കാരും പല സീനിയർ അഡ്വക്കേറ്റ് മുഖേന കേസുകൾ ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പം ഇപ്പോഴത്തെ പാകിസ്ഥാനുമായിട്ടുള്ള നമ്മുടെ ഈ ഇഷ്യൂല് പെഗാസസ് ഉപയോഗിച്ചാൽ നമുക്കത് രാജ്യത്തിന്റെ സെക്യൂരിറ്റിക്ക് വലിയ ഗുണം ചെയ്യും എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതുകൊണ്ട് ഉപയോഗിക്കുന്നതിൽ തടസ്സമില്ല എന്നുള്ള രീതിയിലാണ് സുപ്രീം കോടതിയുടെ വെർഡിക്റ്റ് കഴിഞ്ഞ തിങ്കളാഴ്ച പുറത്തു വന്നത്. അതൊരു സ്പെഷ്യലൈസ്ഡ് ടൂൾസ്, ഒരു ഫോറൻസിക് മെത്തേഡില് ഉപയോഗിക്കുന്നതാണ് പെഗാസസ്. എന്താണ് പെഗാസസ്? പെഗാസസ് നമുക്ക് ഗ്രീക്ക് പുരാണത്തിൽ നമ്മൾ സിയൂസ് ദേവന്റെ ഒപ്പം പെഗാസസിനെ പറ്റി കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പുരാതനമായ ഗ്രീക്കിലെ സാങ്കല്പിക ദേവനായ സിയൂസിന്റെ ശിഷ്യനാണ് പെഗാസസ്. അതുകൊണ്ടാണ് അതിന് ആ പേരിട്ടിരിക്കുന്നത്. അത് ഗ്രീക്കിലെ സാമ്പകിക ദേവൻ എന്ന് പറഞ്ഞാൽ താടിയും മുടിയും നരച്ച് വളരെയധികം പ്രായമുള്ള വളരെ അടുക്കിളവനായ ഒരാളാണ് ആ ദേവൻ, സിയൂസ് ദേവൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒപ്പമാണ് ഗ്രീക്കിലെ ഈ പെഗാസസിനെ നമ്മൾ പരിചയപ്പെടുന്നത്. എന്തായാലും ആ പെഗാസസിന്റെ പേരാണ് ഈ സോഫ്റ്റ്വെയറിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ സാധാരണഗതിയിൽ ഇതിന്റെ ഉപയോഗം എങ്ങനെയാണ് എന്ന് പലർക്കും അറിയില്ല. എങ്കിലും ഇതിനകത്ത് ഇത് ഉപയോഗിക്കുന്ന രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇതിനകത്ത് 4-5 വിധത്തിൽ മറ്റുള്ളവരുടെ മൊബൈലിൽ അവരുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്ത് കയറാം എന്നുള്ളതാണ്. കാരണം അതിനകത്ത് പല വിധത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ പെഗാസസിന്റെ ഉപയോഗം ഒന്ന് വൈറസ് കയറ്റിവിടും, അല്ലെന്നുണ്ടെങ്കിൽ വേംസ് കയറ്റിവിടും, WORMS വേംസ് കയറ്റിവിടും. പിന്നെ ചില കേസിനകത്ത് ട്രോജൻ ഹോഴ്സിനെ കയറ്റിവിടും. ഇതൊക്കെ ഓരോ ടൂൾസ് ആണ് ഞാൻ ഈ പറയുന്നത്. വൈറസിനെ ഒരു ടൂളായിട്ട്, വേംസ് ഉണ്ട്, ട്രോജൻ ഹോഴ്സ് ഉണ്ട്, റാൻസം വെയർ ഉണ്ട്, സ്പൈ വെയർ ഉണ്ട്. ഇങ്ങനെ കുറെ അധികം ടൂൾസ് കയറ്റി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ മറ്റൊരാളുടെ മൊബൈൽ ഫോണിൽ നിന്ന്, അവരുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്ന്, മറ്റൊരു രാജ്യത്തിന്റെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഈ പെഗാസസിന്റെ ഉപയോഗം. പെഗാസസ് നമ്മളെ സ്പൈ വെയർ എന്ന് പറഞ്ഞ പെഗാസസിലെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് ഉപയോഗിച്ചാൽ നമുക്ക് മറ്റുള്ളവരുടെ ഡേറ്റ അവരറിയാതെ നമുക്ക് കൈവശപ്പെടുത്താം. അതാണ് സ്പൈ വെയർ എന്ന ഒരു ടൂൾ ഉപയോഗിച്ച് ഈ പെഗാസസ് മറ്റുള്ളവരുടെ വിവരങ്ങൾ കളക്ട് ചെയ്യുന്ന അതാണ്. പിന്നെ അഡ്വെയർ എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. അത് പറഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ആവശ്യമില്ലാതെ ഇന്ററപ്ഷൻ പരസ്യം കൊണ്ട് നടത്തും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അഡ്വെയർ ADWARE അഡ്വെയർ എന്ന് പറഞ്ഞ ടൂൾ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്തത്. പിന്നെ മാൽവെയർ ഉണ്ട്. അത് നമ്മുടെ കംപ്ലീറ്റ് നമ്മുടെ സിസ്റ്റം ഡിസ്റപ്റ്റ് ചെയ്യും. അതിനകത്ത് ചില കമ്പ്യൂട്ടറിനകത്ത് ചില പ്രത്യേക ടൂൾസ് കയറ്റി വിട്ടിട്ട് അതിൻ്റെ ഡേറ്റയിൽ ചില മോഡിഫിക്കേഷൻ വരും. തെറ്റായ ഡേറ്റ നമ്മളറിയില്ല, തെറ്റായ ഡേറ്റ അവിടെ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് വെളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതുപോലെ ട്രോജൻ ഹോഴ്സസ് ഉണ്ട്. ഒളിച്ചു വയ്ക്കുന്ന ഒരു കോഡ് ഓരോ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ മൊബൈലിലോ ഉണ്ട്. ആ ഒരു കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് മുഴുവൻ വിവരങ്ങൾ ടാപ്പ് ചെയ്തെടുക്കാം. ട്രോജൻ ഹോഴ്സസ് എന്നാണ് അതിന് പറയുന്നത്. അതുപോലെ
നമുക്ക് ചില നെറ്റ്വർക്കിൽ റെപ്ലിക്കേഷൻ ഉണ്ടാവും, ഇരട്ടിപ്പുണ്ടാവും. കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒന്നടിച്ചു കഴിഞ്ഞാൽ ആ സൈസ് ഒരു 10 ഇരട്ടിപ്പായിട്ട് അതിനകത്ത് വന്നുകൊണ്ടിരിക്കും. അത് വേംസ് ആണ്, WORMS. അങ്ങനെ പല രീതിയിലാണ് ഈ പെഗാസസിന്റെ ഉപയോഗം കൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ കമ്പ്യൂട്ടറിലും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനും അവരുടെ കമ്പ്യൂട്ടറിലെ ചില കാര്യങ്ങൾ നമുക്ക് തിരിച്ചെടുക്കാനും അവർക്ക് അവരുടെ കമ്പ്യൂട്ടർ പ്രവർത്തിക്കാതിരിക്കാനും ഒക്കെ സാധിക്കും. ഏതായാലും ഇത് ക്ഷുദ്ര സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ക്ഷുദ്രപണി ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്നാണ് പെഗാസസ് എന്ന് ഉപയോഗിക്കുന്നത്, അല്ലെ മാൽവെയർ എന്നൊക്കെ നമുക്ക് പറയാം. എന്നാലും മലയാളത്തിലെ അതിന് ക്ഷുദ്ര വെയർ എന്നേ പറയാനൊക്കുള്ളൂ, വേറെ മലയാള വാക്കുകളില്ല. ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് ഡേറ്റ മോഷ്ടിക്കാൻ പറ്റും പെഗാസസ് ഉണ്ടെങ്കിൽ. വേറൊരാളുടെ ഡേറ്റ നമുക്ക് നശിപ്പിക്കാനും പറ്റും. ചില ഡേറ്റയിൽ തെറ്റായ വിവരങ്ങൾ കയറ്റിവിടാൻ പറ്റും. ചില ഡയറക്ഷൻസ് തെറ്റായിട്ട് അവരുടെ കമ്പ്യൂട്ടറിൽ നിന്ന് പോകും. ബംഗ്ലാദേശിന്റെ ട്രഷറിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വേറെ ഒരു രാജ്യത്തിന്റെ വേറൊരാളുടെ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് പോയൊരു ചരിത്രമുണ്ട്. അതുപോലെ ബോംബെയിലെ നമ്മുടെ അവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അവിടുത്തെ സപ്ലൈ ഡിവിഷനിൽ ഇതുപോലെ ഒരു ഡിസ്റപ്ഷൻ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ. അപ്പൊ അത് പെഗാസസിന്റെ ഉപയോഗം ആകാം എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പെഗാസസ് ഒരു രാജ്യത്തിന്റെ പ്രൊട്ടക്ഷന്, പ്രത്യേകിച്ച് വാർ സന്ദർഭത്തിൽ ഉപയോഗം വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതി ഇപ്പം പറഞ്ഞിരിക്കുന്നത് രാജ്യത്തിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി നമുക്ക് ഇത് ഉപയോഗിക്കാം എന്നതിന് തടസ്സമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് ഇത് പ്രൈവസിക്കെതിരായിട്ടാണ് പെഗാസസ് ഉപയോഗിക്കുന്നത്, ദുരുപയോഗം ചെയ്യുന്നതെന്നൊക്കെയുള്ള വാദഗതികൾ റാം ഉൾപ്പെടെയുള്ളവർ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സീനിയർ മാധ്യമ പ്രവർത്തകൻ റാം, അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ കക്ഷി ചേർന്നിട്ട് പറയുന്നത് സർക്കാരിന്റെ കൈവശം പെഗാസസ് ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ഉത്തരം വന്നില്ല എന്നാണ് ദിനേശ് ദ്വിവേദി അഡ്വക്കേറ്റ് പറയുന്നത്. കാരണം അതിന്റെ ആൻസറാണ് നമുക്ക് വേണ്ടത്. ഇന്ത്യ വാങ്ങിച്ചിട്ടുണ്ടോ, ഇന്ത്യയിൽ ഈ സാധനം ഉണ്ടോ, ഇത് ഒരാളുടെ ഇന്ത്യൻ സിറ്റിസന്റെ പ്രൈവസിക്ക് എതിരായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള 2-3 ചോദ്യങ്ങളാണ് ദിനേശ് ദ്വിവേദി ചോദിക്കുന്നത്. റൈറ്റ് ഓഫ് പ്രൈവസിയിലെ സംരക്ഷണത്തിന് ബദലായ ഒരു എക്യുപ്മെന്റ് ആണ് ഇതെന്നുള്ള വാദഗതിയാണ് പൊതുവെ ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. പല രാജ്യങ്ങൾക്കും ഇത് അക്വയർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഇസ്രായേല് അവരോട് കൂടുതൽ അടുപ്പമുള്ള രാജ്യങ്ങൾക്ക്, അല്ലെങ്കിൽ അവർക്ക് വിശ്വാസമുള്ള രാജ്യങ്ങൾക്ക് മാത്രമേ ഈ ആധുനിക ടെക്നോളജി പെഗാസസ് കൊടുക്കുകയുള്ളൂ. ഏതായാലും ഇന്ത്യ അത് യൂസ് ചെയ്യുന്നതിൽ തടസ്സമില്ല എന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ കാരണം ഇന്ത്യ പാകിസ്ഥാൻ ഈ വാർ നടക്കുന്ന സമയം അതുകൊണ്ടാണ്. അതിന്റെ ഡിജിറ്റൽ വേൾഡിലാണ് കൂടുതലധികം നമുക്ക് ഈ പെഗാസസ് കൊണ്ട് ഉപയോഗപ്പെടുന്നത്. കാരണം ശത്രുരാജ്യത്തിന്റെ നീക്കങ്ങളൊക്കെ നമുക്ക് അറിയാനും അവരൊക്കെ ഇന്ത്യക്കെതിരായിട്ടുള്ള ഏതൊക്കെ രീതിയിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഡിജിറ്റലായിട്ട് അവർ മൂവ് ചെയ്യുന്നുണ്ടെന്ന് പെട്ടെന്ന് പെഗാസസ് ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിന്റെ കണ്ടൻസും കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് പെഗാസസിന്റെ ഉപയോഗം നമുക്ക് സെക്യൂരിറ്റി ആവശ്യത്തിന് വേണം എന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധി കഴിഞ്ഞ ദിവസം വന്നത്.